കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. മടിയെത്തിയായി ഞാൻ രാവിലെ നേരത്തെ എണീച്ചു. ഒരു 3:45-4 മണിയാകുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ കൊണ്ട് പോവല്ലേ, ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. കുറച്ച് ലോങ്ങാണ്, കണ്ണൂരാണ്. അപ്പോൾ വെള്ളം ഒന്ന് കുപ്പിയിലൊക്കെ ആക്കണം. നമ്മൾ രാത്രി തന്നെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് എല്ലാവിടെയും ക്ലീൻ ആക്കിയിരിക്കണം, അതാണ് ഒരു സമാധാനം. വരുമ്പോൾ പിന്നെ ആ ടെൻഷനായിരിക്കും, അയ്യോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു വൺ ഡേ അല്ല, ഇന്ന് പോയി പിറ്റേ ദിവസം വരണം, ആ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാണ്ട് പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും വൃത്തിയാക്കി ഇന്നലെ കിടന്നപ്പോൾ തന്നെ വൈകിട്ടോ. അപ്പോൾ ഇന്നലെയെന്നൊന്നും പറയുന്നത് തലേ ദിവസം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസത്തിൽ കൂടുതലായിട്ടോ. ഇടാനുള്ള ഒരു ഒഴിവ് കിട്ടിയില്ല. നമുക്ക് ട്രിപ്പൊക്കെ പോയി വന്നാൽ നമുക്ക് കുറച്ച് തിരക്കുണ്ടാവുമല്ലോ, അതിൻ്റേതായിട്ടുള്ള ഓരോ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. 2 കുപ്പി, വലിയ കുപ്പി ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ 2 കുപ്പികളും കൂടെ ആക്കിയിട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നാണെന്ന് കേട്ടോ, അന്നതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ പോയത്. അപ്പോൾ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് അത് ചുട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഒന്ന് ചൂടാക്കിയിട്ട് കൈ പിടിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലിയും ചട്നിയൊക്കെ ആയിട്ട് കൈ പിടിക്കുകയും ചെയ്യാറ്. കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ വാശി പിടിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോൾ രാവിലെ ഒരു 9:30 ആകുമ്പോഴാണ് എത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അത് മാവില്ലാത്തതുകൊണ്ട്, മാവ് അരയ്ക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ മാവില്ലാത്തതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കറിയും, ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി. എന്തെങ്കിലും ഒന്ന് ചപ്പാത്തീൻ്റെ കൂടെ വേണമല്ലോ. ഇപ്പോൾ ചപ്പാത്തി ഇപ്പോഴൊക്കെ ചൂടാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചൂടാക്കിയത് കൊണ്ട് ഒന്നുകൂടി ബലം വന്ന പോലെ ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. ചപ്പാത്തി ഒന്നും കഴിക്കാൻ നേരം പറ്റിയില്ല, എല്ലായിടയ്ക്ക് ചൂടാക്കി ഞങ്ങൾ കൈ പിടിച്ചു. പിന്നെ അതാ കുപ്പിയൊക്കെ ആക്കിയിട്ട് കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ ബാഗൊക്കെ സെറ്റാക്കി വെച്ചേട്ടോ. തലേന്നാണ് എല്ലാം സെറ്റാക്കിയത്, അതുകൊണ്ട് തന്നെ പ്രാന്തമുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോകണമെന്നൊന്നും മുമ്പേ കുട്ടി. അപ്പോൾ പെട്ടെന്നുള്ളൊരു ഇതായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം രാത്രിയായിട്ട് എടുത്ത് വെച്ച്. അപ്പോൾ പിന്നെ ചാർജറുകളൊക്കെ ലാസ്റ്റ് എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്യണമല്ലോ, ട്രെയിനിൽ പോകുമ്പോൾ എല്ലാം ഫുള്ളാക്കിയിട്ട് ലാസ്റ്റാണ് എടുത്ത് വെച്ച്. പിന്നെ നമ്മുടെ ഇത് ചപ്പാത്തി ഒന്ന് പൊതിഞ്ഞ് വേറെ പാത്രമൊന്നും ആക്കാൻ നിന്നാൽ ശരിയാവില്ല, അതും പിന്നെ അതാവും. അതൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ കുളിച്ചിട്ട് വേഗം റെഡി ആയിട്ടാ. തണുത്ത വെള്ളത്തിൽ രാവിലെ ഞാൻ കുളിച്ച് എന്ത് സുഖമായിരുന്നറിയാം. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഒരു ഉഷാർ വേണ്ട, അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. കുട്ടികളെ നമ്മൾ കാണിച്ചു കേട്ടോ. കുട്ടികൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തന്നെ കടത്തി ഉറക്കി. അപ്പോൾ എടുത്തിട്ട് പോയാലേ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ ആളും അങ്ങനെ ഉറങ്ങിട്ടോ. വലുത് എണീച്ചു. അപ്പോൾ പിന്നെ ഒന്ന് വായൊക്കെ കഴുകി അവന് ട്രെയിനിൽ പോണതിൻ്റെ ത്രില്ലിലാട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പള്ളി ഉണ്ട് കേട്ടോ. അത് എന്താ പറയുക, വെറും പള്ളിയാണ്, മറവിട്ട് കിടക്കുന്ന അങ്ങനത്തെ പള്ളിയൊന്നുമല്ല. അപ്പോൾ ആ പള്ളി നമുക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു പള്ളി. അപ്പോൾ നമ്മൾ ദൂരെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്തായാലും അവിടെ നിന്ന് പൈസയൊക്കെ ഇട്ടിട്ടാണ് പോവുള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ തിരിച്ച് പൈസയൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു 5:45 കേട്ടോ ട്രെയിന്. 5:45 ട്രെയിന്. അപ്പോൾ ഞങ്ങൾ 4:15 ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടോ. ഷൊർണൂർ വേണമായിരുന്നു, അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ 4:30 കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ വേഗം പോയി. എന്തായാലും കുഴപ്പമില്ല, എന്നാലും തിരക്കില്ലാത്തതുകൊണ്ട് പിന്നെ വേഗം എത്തിയിട്ടോ. റോഡിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നേരത്തൊന്നും എത്തില്ല കേട്ടോ. പക്ഷേ നമ്മൾ വേഗം എത്തി. ട്രെയിന് ലേറ്റ് ആയിരുന്നു. അപ്പോൾ മൂത്ത മോന് ഭയങ്കര ത്രില്ല, അവന് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെറുത് ഇപ്പോഴും കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇറക്കുകയാണ് നിൽക്കാം. അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ അപ്പം തന്നെ ട്രെയിൻ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നോക്കി സെറ്റാക്കി. പിന്നെ അങ്ങനെ എന്താ പറയുക, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ വിവരണം തരികയെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ ഒന്നും പലതും പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി. ആദ്യം പോയി അപ്പുറത്തെ സ്റ്റെപ്പൊക്കെ ഒരു പണിയെടുപ്പിക്കലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അങ്ങനെ കുറേ വട്ടം ചുറ്റിത്തിരിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തിരുന്നു. ട്രെയിന് കുറച്ച് ലേറ്റ് ആയിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾ കയറി. മഞ്ഞായതുകൊണ്ടൊക്കെ ഗ്ലാസ് അടച്ചിട്ടുണ്ട്. പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണണേ ഉള്ളൂ കേട്ടോ, വെളിച്ചം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ എണീച്ചുകൊണ്ട് വന്നു, തലവേദന എടുത്തിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ എല്ലാവരൊക്കെ ഫുള്ള് ഓണായി. നമ്മൾ ജനലൊക്കെ തുറന്നുകൊണ്ട് പിന്നെ അടിപൊളിയായി. ഇപ്പോഴാണ് ഒരു വൈബ് കിട്ടിയിട്ടോ. ജനൽ തുറന്നുകൊണ്ടാണ് ട്രെയിനിൽ പോണതിൻ്റെ ഒരു ത്രില്ല് കിട്ടിയത്.
നേരൊക്കെ പരപരാന്ന് വെളുത്തു. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അരികിലിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം ഞങ്ങളിങ്ങനെ അരികിൽ സീറ്റ് ഇട്ടാണ്ടിരുന്നു. പിന്നെ അരികിൽ സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ വേഗം പോയിരുന്ന് ഇവനിങ്ങനെ കാഴ്ചകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ കായലും പുഴയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. അത് പുഴയാണ് തോന്നുന്നു. പിന്നെ നമ്മളെവിടെ എത്തി, വടകരയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുള്ള് ഇതിലിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പോയി ഇത് ട്രെയിനിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ വെറുതെ ലാഗൊക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്നും എടുത്തില്ല കേട്ടോ. കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇക്ക ചെറുതിന് മടിയിൽ കിടന്നുറങ്ങും കേട്ടോ. ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങാനങ്ങോട്ട് പറ്റണില്ല. എന്താ പോകുന്നതിൻ്റെ ഒരു ത്രില്ലാണല്ലോ. വരുമ്പോൾ പിന്നെ ക്ഷീണമായിരിക്കും. പോയി വരുന്നതിൻ്റെ ഈ പോണതിൻ്റെ ത്രില്ല് വരുമ്പോൾ ഉണ്ടാവില്ല. വരുമ്പോൾ അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇക്ക കിടന്നുറങ്ങിയിട്ട് മറ്റാൾ തെറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. മടിയിൽ കിടന്നതിന് തിരിഞ്ഞ് മുഖം തിരിച്ചിട്ടിരിക്കുക. ഞാൻ എത്ര വിളിച്ചിട്ട് ഇങ്ങോട്ട് നോക്കണ്ടായിരുന്നില്ല. പിന്നെ അതാ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ വീഡിയോ. എടുക്കാനും പേടിയുണ്ട്. ജനലിൻ്റെ അവിടെ വെച്ചിട്ട് എടുക്കുമ്പോൾ അപ്പുറത്തേക്ക് വീഴുമോ എന്നൊക്കെ പേടിയുണ്ട് കേട്ടോ. എനിക്ക് പണ്ട് ഈ ഇങ്ങനെ വെള്ളമുള്ള നമ്മുടെ പുഴേൻ്റെ മേൽക്കൂടെയുള്ള പാലമൊക്കെ ഉണ്ട്, പാലത്തിൽ കൂടെ പോകുകയാണെങ്കിൽ ഭയങ്കര പേടി കേട്ടോ. താഴെ നോക്കാനായിട്ട് ജനലിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുകയല്ല, വിൻഡോ സീറ്റിൽ ഇരിക്കുകയല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി സെറ്റാകുമ്പോൾ അവനും ചീപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവനും മുടിയൊക്കെ ചീവി സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പൗഡർ വേണം അവനും, ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മുടെ വന്ന ട്രെയിൻ അതാ പോകുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ അതാ നടക്കണോ. ഞാൻ ഇക്കടെ ഫ്രണ്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇക്കടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇക്കടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു റിസോർട്ട് പോവുകയാണ് കേട്ടോ. അതിനാണ് പോയത്. നല്ല അടിച്ച് പൊളിച്ചിട്ട് വന്നു ഞങ്ങൾ. അങ്ങനെ നമ്മൾ കാർ കയറി അവരെ കണ്ണൂരെത്തി. അവരുടെ പ്രകൃതി രമണീയമായ നമ്മുടെ കേരള നാട്ടിലെ കണ്ണൂരിലേക്ക് എത്തി. പിന്നെ അവരുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവർ പോകണ്ട. അപ്പോൾ അവിടെ ഇവരെ പോലെ 2 കുട്ടികളുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവർ വേഗം സെറ്റായിട്ടോ. ഞാൻ എന്നെ പ്രാന്താക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവർ നല്ല കമ്പനി ആയിട്ട് കണ്ട കളിക്കുന്നു. അപ്പോൾ ഇനി റിസോർട്ട് പോയ വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും, അധികം വൈകിക്കാണ്ട്. രാവിലെ പോയപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയൊന്നും അരിഞ്ഞെടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് മന്തിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മന്തിയായിരുന്നു. പിന്നെ ഞങ്ങളിതാ റിസോർട്ടിൽ പോവാണ്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഫുൾ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.